കുറെ ആൾക്കാർ പറയും ഞങ്ങളിത് കാണുമ്പോൾ ഞങ്ങളുടെ വിഷമം മാറും. ഞങ്ങൾക്ക് ഇതിനേക്കാളും വിഷമമാണ്. ഏടനൊക്കെ പറയണ പോലെ ജാതിപരമായിട്ടും കുറേ പേര് ഇതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ജാതിയും കളറും നമ്മൾ കോളനിന്നൊക്കെ വിളിക്കാറുണ്ട്. എണ്ണക്കറമ്പിയേ നിന്റെ കണ്ണി കുരുങ്ങി ഞാൻ മരിച്ചു, രണ്ടും പിറവിയേ ഇത് രണ്ടും പിറവിയേ. നല്ല സാരിയോ മേക്കപ്പോ കാറോ ഇതൊന്നും എടുത്തിട്ടല്ലേ നമ്മൾ ഉച്ചയ്ക്ക് ചോറിനാൻ വരുമ്പോ സിമെന്റ് ഇതൊക്കെ ആയിട്ടുള്ള ഇതിൽ റീലിടും. ആ ഡ്രസ് തന്നെ നമ്മൾ തൃശ്ശൂരിലോട്ടോ ഇപ്പം ഇവിടെ വന്നപ്പോ കുറെ പേര് ഈ വലിയ വലിയ സിനിമ നടന്മാരൊക്കെ കാണുന്ന പോലത്തെ ഒരു ഇത്, അങ്ങനെ ഒരു സന്തോഷം ഉണ്ട്. പെട്ടെന്ന് ഒരു ദിവസം മഞ്ജു ചേച്ചി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ തന്നെ ആകെ ഒരു മാസമായിട്ടുള്ള. അപ്പൊ എല്ലാരും പറഞ്ഞു ഉണ്ണീനെ കൊണ്ട് അങ്ങനെ പുറത്തേക്കൊന്നും പോകാൻ പാടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഭ്രാന്ത മഞ്ജു ചേച്ചീനെ. അപ്പൊ എനിക്ക് പറ്റാത്തത് തന്നെ മോൾക്കിനും പറ്റട്ടെ എന്ന് വെച്ചിട്ട് ആ ഒരു മാസമായിട്ടുള്ള അവിടുന്ന് ഞാൻ കെട്ടി പൊതിഞ്ഞുകളെ കൊണ്ടുപോയി. അങ്ങനെ ഒരു 1.5 മണിക്കൂർ ഓഡിഷൻ ചെയ്തു. അത് കഴിഞ്ഞ് ഉള്ള കഴിഞ്ഞ ടെന്നിങ് കൊണ്ടുപോയി ടെന്നിങ് കുറച്ചേരം ഓഡിഷനൊക്കെ ചെയ്തു. ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്താന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കേൾക്കുമ്പോൾ അതൊരു തമാശ അല്ലെങ്കിൽ കളിയാക്കാം. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്റെ ചേട്ടനെ ഒന്ന് ദുബായ് ഒന്ന് കാണിക്കണം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു കിഡിലൻ വൈറൽ ഫാമിലിയാണ്, ഹാപ്പി ഫാമിലി. ഹാപ്പി ഫാമിലിയിലെ പ്രവീൺ, നിമിഷ ആൻഡ് പ്രവ്യ. എങ്ങനെയാണ് ഈ റീലൊക്കെ സ്റ്റാർട്ട് ചെയ്തത്? എങ്ങനെയാണ് അങ്ങനെ റീലൊക്കെ ചെയ്ത് തുടങ്ങാമെന്നൊരു തോട്ട് വന്നത് എവിടുന്ന? തോട്ട് വന്നതെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ടിക്ടോക്കിലേക്ക് ഉണ്ടായിരുന്നു, അത് പിന്നെ സ്റ്റോപ്പായി. അത് പിന്നെ അങ്ങനെ കുറച്ച് നാൾ നമ്മൾ അങ്ങനെ വേണ്ടാന്ന് വെച്ചു. പിന്നെയാണ് യൂട്യൂബിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് വെറുതെ അന്ന് ഞാൻ ഈ വലിയ നല്ല ഫോണുകൾ വേണം, പിന്നെ നമ്മുടെ വീടിൻ്റെ സാഹചര്യമൊക്കെ ഇത്തിരി മോശമല്ലോ. അപ്പം നല്ല വീട് പിന്നെ ഡ്രസ്സ് അങ്ങനത്തെ ഒരു പേടിയിൽ നമ്മളത് അങ്ങനെ വേണ്ടാന്ന് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ മോള് ഒരു 2 കൊല്ലം മുമ്പാണ് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് യൂട്യൂബാണ്, പിന്നെ തുടങ്ങിയത് ഇൻസ്റ്റാഗ്രാം, പിന്നെ ഫേസ്ബുക്ക്. അപ്പം എല്ലാത്തിലും വെറുതെ പരീക്ഷ നോക്കി. പക്ഷെ ആദ്യം നമുക്ക് യൂട്യൂബിൽ നല്ല പ്രേക്ഷകര് നമ്മളെ ഉത്തരവാക്കിയത് അവരാണ്. അപ്പം അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഇപ്പോൾ പോണു. ഇപ്പോൾ ഈ ഒരു 6-7 മാസം മുമ്പ് നമ്മൾ ഇൻസ്റ്റാഗ്രാം, പിന്നെ ഒരു 5 അതന്നെ അതുപോലെ തന്നെ 7 മാസം കൊണ്ട് 154K ഫോളോവേഴ്സിനെ. ഇതുപോലെ ഫേസ്ബുക്കിൽ ഈ 5-6 മാസം കൊണ്ട് ഇപ്പൊ 1,80,000 ഫോളോവേഴ്സ് ഫേസ്ബുക്കിലും ഉണ്ട്. അപ്പൊ യൂട്യൂബിൽ 5,25,000, ഫേസ്ബുക്കിൽ 1,85,000, ഇൻസ്റ്റാഗ്രാമില് 1,56,000 അങ്ങടായി. ഇങ്ങനെ പോണു. ഒരു വർഷത്തിനുള്ളിലാണ് ഇത്രയും ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയെടുത്തത്. അത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും. യൂട്യൂബ് ഇപ്പൊ 2 കൊല്ലം ചെറിയ കാലമല്ലേ ആയിട്ടുള്ളൂ. എല്ലാരും കോവിഡിന്റെ ടൈമിലാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും ഫോളോവേഴ്സിനെ ഈ സമയം കൊണ്ട് ഇത്രയും ഫോളോവേഴ്സിനെ 2 കൊല്ലം എന്നൊക്കെ പറയുന്നത് ചെറിയ ടൈമാണ്. പക്ഷെ എനിക്കത് കേട്ടിട്ട് വലിയ അത്ഭുതമൊന്നും തോന്നില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റീൽ അത്രയും അടിപൊളിയാണ്. ഇപ്പം ഇൻസ്റ്റയിൽ ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് നിങ്ങളുടെ റീൽ എന്റെ ഫീഡിലേക്ക് വരുന്നതും കാണുന്നത്. ഏതോ ഒരു റീൽ, ഇപ്പൊ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, അത് ഞാനൊരു 3-4 തവണ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് കണ്ട് ചിരിച്ചു. അതിനുശേഷം കുറെ റീല് സ്വാഭാവികമായിട്ട് ഫീഡിലേക്ക് വരുമല്ലോ. അപ്പൊ എല്ലാം അടിപൊളിയാണ്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പ്രൊഫൈലെല്ലാം കയറി നോക്കുന്നത്. അപ്പം എന്താ പറയാ, നമ്മൾ എന്തെങ്കിലും വിഷമിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മൂഡിനെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ആ റീൽ. അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ റീല് കണ്ടിട്ട് കമന്റുകളൊക്കെ അതാണ്. അല്ല നേരെ തിരിച്ചമർച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാര് പറയും ഞങ്ങൾ ഇത് കാണുമ്പോ ഞങ്ങളുടെ വിഷമം മാറും, ഞങ്ങൾക്ക് ഇതിനേക്കാളും വിഷമാ. നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. മറ്റുള്ളവർ നമ്മുടെ റീല് കണ്ട് എന്താ പറയാ സന്തോഷിക്കുക, അവരുടെ വിഷമങ്ങൾ. അതേപോലെ കമന്റുകൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ അത്രയും കഷ്ടപ്പാടിരിക്കുമ്പോ നിങ്ങളുടെ ഒരു ഷോർട്ട് വീഡിയോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി എന്നാ പറയണത്. ആ വിഷമം തന്നെ മറന്നുപോയി ചിരിക്കുന്നു. ചിലര് പറയും ഞങ്ങൾ ചിരിച്ച് അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നതും അതാണ്, മറ്റുള്ളവരുടെ സന്തോഷം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ പുറം രാജ്യത്തിനൊക്കെ ഗൾഫിൽ നിന്നൊക്കെയാണ് മെസ്സേജ് വരുന്നത്. അതായത് അവര് കുറെ പേര് ഇത് കമന്റ് ചെയ്ത് തന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങക്ക് ഇങ്ങനെ കുറെ കാശ് ശമ്പളം ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ഒരു ജീവിതം ഞങ്ങക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസകരമായിട്ട് വോയിസ് ഒക്കെ വിടും കുറച്ച് ചേട്ടന്മാര്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു സന്തോഷമാണ്. അതൊക്കെയല്ലേ പറ്റുള്ള. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ അങ്ങനെ തന്നെയാണ്, ഞങ്ങൾ ഇതിന് വേണ്ടിട്ട് ചെയ്ത് കൂട്ടണ്ടല്ല. പിന്നെ വെച്ച് കഴിഞ്ഞാ കൊറേ കളിയാക്കലുണ്ട് വീടിന്റെ അവസ്ഥ, ഡ്രസ്സിന്റെ അവസ്ഥ. നല്ല പച്ചത്തെറികളും പറയണവരുണ്ട്. എന്തിനാന്ന് നമുക്കറിയില്ല. പക്ഷെ അവർക്ക് അറിയില്ല. അവന്നാ കമന്റ് ഇടണേന് നമുക്കൊരു 50 പൈസ 50 പൈസ യൂട്യൂബ് തരുന്നുണ്ടെന്ന് അവർക്ക് അറിയില്ല. അവരും വേണം. പക്ഷെ അവരെന്തിനാ വിളിക്കണേന്ന് അവർക്കും അറിയില്ല. വീട് മോശമായതിന് അവര് തെറി
വിളിക്കുന്നത് എന്തിനാന്ന് അത് അവര് പറയുന്നത് വെറുതെ ഒരു രസം. വെറുതെ അങ്ങ് വിളിക്കുക. ഒരു സൊസൈറ്റി ആകുമ്പോ കുറച്ച് മോശം. അതിപ്പോ പറഞ്ഞു വരുമ്പോ ഇവിടെ വേടനൊക്കെ പറയുന്ന പോലെ ജാതിപരമായിട്ടും കുറെ പേര് ഇതില് ശ്രദ്ധിക്കുന്നുണ്ട്. ജാതിയും കളറും നമ്മ കോളനിന്ന് വിളിക്കാറുണ്ട്. സത്യം പറയാം, നമ്മള് കോളനിയിലല്ലേ, നമ്മള് വേട്ടന്മാരെ കോളനിയിൽ നമ്മുടെ വീടിന്റെ ചുറ്റൊരു 80-85 വീടൊക്കെ ഉണ്ട്. അത് വിചാരിച്ചാൽ നമുക്ക് ഈ റീൽസിന് യൂട്യൂബിനും വേണ്ടിട്ട് വേറെ ജാതി മാറാനൊന്നും പറ്റില്ല. പിന്നെ നമ്മള് അങ്ങനെ മാറേണ്ട കാര്യമൊന്നുമില്ല. ഏത് ജാതിയോ അല്ലെങ്കിൽ ഏത് നമ്മൾ താമസിക്കുന്ന സ്ഥലമോ വീടോ ഒന്നും നോക്കിയിട്ടല്ല ആളുകളെ ജഡ്ജ് ചെയ്യേണ്ടത്. നമ്മളെങ്ങനെയാണോ, നമ്മുടെ സ്വഭാവം എന്താണോ അതിനാണ് നമ്മൾ റെസ്പെക്ട് കൊടുക്കേണ്ടതും. അതിനെക്കുറിച്ച് വിവരമില്ലാത്ത കുറച്ച് എല്ലാ മേഖലയിലുണ്ട്. പിന്നെ നമ്മൾ ഈ വലിയ യൂട്യൂബർമാരെ ഇവരൊക്കെ ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ട്. അവരവിടെ ഇരുന്ന് ഏതെങ്കിലും മൂലയ്ക്ക് ഇരുന്ന് ഏതെങ്കിലും എന്താ പറയാ DP പോലും ഇല്ലാത്ത ഏതെങ്കിലും പ്രൊഫൈൽ കമന്റ് ഇടുന്നു. നമുക്ക് അതുകൊണ്ട് കാശ് കിട്ടുന്നു. അതന്നെ നമുക്ക് അവരിട്ടോട്ടെ, അവര് കാരണം നമുക്ക് കൂടി ക്യാഷ് കിട്ടുകയാണ്. ശരിക്കും നിങ്ങളിപ്പോ പറഞ്ഞില്ലേ, ഇപ്പൊ പലർക്കും അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാവും. അയ്യോ ഞങ്ങക്ക് വലിയ വീട്, നല്ല ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വീഡിയോ എങ്ങനെയാണ് തുടക്കത്തില് വരെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. വലിയ വീടില്ല അല്ലെങ്കിൽ നല്ല ഡ്രസ് ഇല്ല, അങ്ങനെയൊക്കെയുള്ള ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നിങ്ങൾ ഭയങ്കര ഒരു മോട്ടിവേഷൻ. അതൊന്നും അല്ല, നമ്മള് എന്താണോ ആളുകളിലേക്ക് എത്തിക്കുന്ന കണ്ടന്റ്, അതിനാണ് ആളുകള് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് തെളിയിച്ചിട്ടുള്ള ഒരു ഫാമിലിയാണ് നിങ്ങൾ. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. മറ്റുള്ള വലിയ യൂട്യൂബർമാരെ പോലെ നല്ല സാരിയോ മേക്കപ്പോ കാറോ ഇതൊന്നും എടുത്തിട്ടല്ല. നമ്മൾ ഉച്ചയ്ക്ക് ചോറിനാൻ വരുമ്പോ സിമെന്റ് ഇതൊക്കെ ആയിട്ടുള്ള ഇതിൽ റീൽ എടുക്കും. ആ ഡ്രസ് തന്നെ അന്യം കണ്ടാലും മനസ്സിലാവും. ഞാൻ കൂടുതൽ നല്ല ഡ്രസ് വെട്ടിക്കൊണ്ടൊക്കെ നിൽക്കുമ്പോഴായിരിക്കും. പിന്നെ ചിലപ്പോ നമ്മളിങ്ങനെ TV കണ്ടോണ്ടിരിക്കുമ്പോ രാത്രി 12 മണി റീലൊക്കെ എടുത്ത് വെക്കും. നമുക്ക് അപ്പൊ കണ്ടന്റ് എപ്പോഴാണ് നമുക്ക് കണ്ടന്റ് കിട്ടുന്നത് അപ്പൊ എടുക്കും. മറ്റുള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതന്നെ ഒരു തൊഴിലായി കൊണ്ടു നടക്കണം. അതാണ് ഞാൻ പറയുന്നത്. നമുക്കിത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്റെ മേസ്തിരി പണി നിർത്തിയിട്ട് ഇതിൽ മെനക്കെട്ട് നടന്നാൽ നമുക്ക് നല്ല കാശ് കിട്ടും. അത് അപ്പൊ കുറെ പേര് കളിയൊക്കെ അറിയുന്നുണ്ട്, വടി കൊടുക്കില്ല. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ കുറെ പേര് നല്ല ജോലി കളഞ്ഞിട്ട് ഇതിൽ കിടന്ന് നടന്നിട്ട് ക്ലിക്ക് ആവാണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ അവരെടുത്ത് പറയും, നിങ്ങൾ ഇതൊരു സൈഡിൽ കൂടെ കൊണ്ടുപോകും, ഇതൊരു സൈഡിൽ കൂടെ കൊണ്ടുപോ. അപ്പൊ അത് ഇതിപ്പോ നമുക്ക് കുറെ സാമ്പത്തികപരമായിട്ട് കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മുടെ ജോലി ആകുമ്പോ നമുക്ക് അതിങ്ങനെ തീർത്ത് ഇങ്ങനെ വരുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരുമാനം ഒന്നും ഇല്ല. അത് ഇതുപോലെ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അതിന് ഇത് കിട്ടണത്. ഇപ്പൊ ഈ യൂട്യൂബും അല്ലെങ്കിൽ നിങ്ങളുടെ വ്ളോഗും ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അതിനുള്ള കമന്റ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ശരിക്കും വേറൊന്നും അല്ല എല്ലാരും വിളിക്കുന്നത്. പൊടിമോളാണ് മെയിൻ. ആ കുരിപ്പിന് ഇങ്ങ് തരുമെന്നൊക്കെയാണ് വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ. ഈ കമന്റ് ഒക്കെ കാണാറുണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ വരുന്നിടത്ത് നോക്കാറുണ്ടോ? അത് കാണുമ്പോ എന്ത് തോന്നാറുണ്ട്? എല്ലാരും അങ്ങ് പൊടിമോളെ ഭയങ്കര പൊക്കി പറയാ, അടിപൊളിയാണ്, സൂപ്പറാണ്, വീഡിയോന്റെ മെയിൻ അട്രാക്ഷൻ തന്നെ പൊടിമോളാണെന്നാണ് പറയുന്നത്. അത് കാണുമ്പോ എന്ത് തോന്നും? സന്തോഷം തോന്നും. ആണോ? റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട് ഈ മെസ്സേജ് ഒക്കെ അയക്കുന്നവർക്ക്? അച്ഛനമ്മയാണ് കൊടുക്കാറ്, എനിക്കറിയില്ല. കൊടുക്കാനറിയില്ല. ഞാനാ കൂടുതലും വായിച്ചു കൊടുക്കുന്നത്, റിപ്ലൈ കൊടുക്കുന്നത് ഞാനല്ലേ. ഒരു നടുപ്പേജ് കീറിയുന്ന ഒരു പാട്ടുണ്ട് സിത്തുമണിയുടെ, അതില് അസിത്ത് ഞാൻ കമന്റ് ഇട്ടുണ്ടായിരുന്നു, ഇവളെ തരുമോ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കര ഹാപ്പി. അതേപോലെ കുറെ സെലിബ്രിറ്റി ഫിലിമിന്റെ ആൾക്കാരൊക്കെ കുറെ പേര് നമുക്ക് നല്ല നല്ല ഇഷ്ടം പോലെ. നമ്മുടെ വിഷ്ണു ചേട്ടൻ ആളാണ് സ്ഥിരം. ആദ്യം 1-2 ഞങ്ങളുടെ വീഡിയോസിന് മാത്രം ഇൻസ്റ്റയില് അങ്ങനെ കമന്റ് ഇടൊക്കെ ചെയ്യാറ്. പക്ഷെ ഇപ്പൊ ആള് എല്ലാ വീഡിയോസിനും ആള് സ്ഥിരം കമന്റ് ഇട്ട് തുടങ്ങി. ഓഡിഷന് പോയപ്പോ അങ്ങനെ പോയി. ആളുടെ ഒരു ഓഫീസ് ഉണ്ടല്ലോ, എവിടെയാ കറക്റ്റായിട്ട് അറിയില്ല, ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ. അപ്പൊ പോയി. അപ്പൊ എന്റെ അടുത്തും ചെല്ലാൻ പറയണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാരും ഒരിക്കലൊന്നും പോകാറില്ല. അപ്പൊ നമ്മളാണ് പോയത്. അപ്പൊ അങ്ങനെ ഒരു 1-1.5 മണിക്കൂർ എന്തൊക്കെ ഓഡിഷൻ ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞ ടന്നിങ് കൊണ്ടുപോയി ടന്നിങ് കുറച്ചേരം ഓഡിഷനൊക്കെ ചെയ്തു. അപ്പൊ പിന്നെ ഇതിന്റെ പരിപാടികളൊക്കെ എപ്പോഴാ എങ്ങനെയാന്ന് അറിയില്ലല്ലോ. അവര് വിളിക്കാന്ന് പറഞ്ഞു. ചേട്ടൻ ഇപ്പം ചേച്ചി എന്തെങ്കിലും വർക്ക് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫ്, ഒരു പണിയില്ല വീട്ടില്. അതൊരു പണി തന്നെയാണ്, പുറത്ത് പോയിട്ടുള്ള പണിയാണ് ഹൗസ് വൈഫ്. കണ്ടന്റ് ഒക്കെ ആരാണ് ആദ്യം ഇങ്ങനെ ആലോചിക്കുന്നത്? സത്യം പറഞ്ഞ അഭിനേതാക്കളെ ഞാൻ വന്ന് അഭിനയിക്കുന്നു. എഡിറ്റിംഗും പണി സമയത്ത് പണി സ്ഥലത്തേക്ക്. പിന്നെ സത്യം പറഞ്ഞാൽ ഇപ്പൊ എല്ലാ യൂട്യൂബർമാരും കംപ്ലീറ്റ് അടിച്ചു മാറ്റില്ല ഉള്ള കാര്യം നമ്മൾ പറയാലോ. ഒക്കെ ഹിന്ദിക്കാരെന്ന് കംപ്ലീറ്റ് യൂട്യൂബർമാരെ അടിച്ചു മാറ്റുന്നു.
അപ്പൊ നമ്മൾ ഒഴിച്ചു പറ്റും സത്യസന്ധമായിട്ട് ഉള്ള കാര്യം പറയല്ല. അല്ലാണ്ട് ഇത് ഒരു ദിവസത്തില് നമ്മൾ 3 വീഡിയോ ഉണ്ട്, അതായത് 3 പ്ലാറ്റ്ഫോമില് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്. അപ്പൊ 3 ഡെയിലി വീഡിയോ ഇടും. വീഡിയോ അപ്പൊ 3 വീഡിയോ ഈ 3 ചാനലും കൂടിയിട്ട് 9 വീഡിയോ നമ്മൾ ഇടും. അപ്പൊ 90 ദിവസം കൂട്ടി അല്ല 30 ദിവസം കൂട്ടി വയ്ക്കുക 90 വീഡിയോ ഇല്ലേ. അപ്പൊ ഈ 90 വീഡിയോ എവിടുന്ന് കിട്ടാൻ പീഡിയെന്ന് മേടിക്കാൻ കിട്ടില്ലല്ലോ. അപ്പൊ കംപ്ലീറ്റ് അടിച്ചു മാറ്റാൻ എല്ലാരും തന്നെ ചെയ്യണത്. അതായത് മെനക്കെട്ട നമുക്ക് നല്ല അത് കിട്ടും. ജസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ അവസ്ഥ വെച്ച് നോക്കും. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യും. ഇത് കിട്ടിയത് നമുക്കൊരു വലിയൊരു ദൈവാനുഗ്രഹം എന്ന് നമ്മൾ പറയുള്ളൂ. കുറെ പേര് തുടങ്ങിയിട്ട് ഒരു ഇടവിട്ടെങ്കിലും വീഡിയോ ഇടും, കുറച്ചാകുമ്പോൾ നിർത്തും. നമ്മളിപ്പോ ചെയ്യണ പോലെ തന്നെ ജോലി അതായത് കാലത്ത് എനിക്ക് പണിക്ക് പോകുള്ളൂ, 8:30 നമ്മുടെ പണി സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ മുതലാളിക്ക് ഇത്ര. അതന്നെ നമ്മളിപ്പോ ഇതിന് ടൈം ഉണ്ട്. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. അതായത് ഇന്ന് നമ്മൾ 7 മണിക്ക് ഇട്ടെങ്കിൽ നാളെ 7 മണിക്ക് ഇടണം, മറ്റൊന്ന് 7 മണിക്ക്, അങ്ങനെ പോകണം. പല നേരത്തെ ഇടരുത്. അപ്പൊ ഇത് നമ്മൾ 2 കൊല്ലത്തിൽ ഉണ്ടാക്കിയെടുത്ത ടൈമാ. ഈ 2 കൊല്ലമല്ല, ഒരു 3-4 മാസം നമ്മളിങ്ങനെ വലിച്ചു വീഡിയോസ് ഒക്കെ ചെയ്യുന്ന പലരും പറഞ്ഞു സമയമില്ലാന്ന് വെച്ച് സമയം നമ്മുടെ ആഗ്രഹം അതാണെങ്കിൽ നമുക്ക് പറ്റും. കാരണം പലരും പറയുന്നത് പറ്റില്ല, വലിയ ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ എല്ലാം സെറ്റിൽ ആയിട്ടൊന്നും അല്ല ചെയ്യുന്നത്. പക്ഷെ ജോലിയും ചെയ്യുന്നുണ്ട്, ഒപ്പം കണ്ടന്റും ചെയ്യുന്നത്. ഈ ചെറുപ്പത്തിൽ എന്തെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലും ചേട്ടൻ ഡാൻസ് കളിക്കും? അല്ലില്ല, അങ്ങനെ 10-16 വയസ്സുള്ള ചേച്ചി ഡാൻസ് കളിക്കും. ആള് കളിച്ചിരുന്നു. പ്രവീൺ ഡാൻസ് കളിക്കോ? അവളാണ് ഇപ്പോഴത്തെ ഡാൻസിന്റെ കൊറിയോഗ്രാഫറായിട്ട് അമ്മേനെ പഠിപ്പിക്കണത് ഇൻസ്റ്റാഗ്രാമില്. ഡാൻസ് വീഡിയോ ഇടുമ്പോ സ്റ്റെപ്പ് ഞാൻ ഇടും, പിന്നെ അവളും കൊറിയോഗ്രാഫ് ചെയ്യും. ഇങ്ങനെയല്ല ഈ സ്റ്റെപ്പാണ് നമ്മളിത്തിരി പണ്ടത്തെ സ്റ്റെപ്പ് ആണെങ്കിൽ അവൾ പറയും ഇതല്ല സ്റ്റെപ്പ്, ന്യൂ ജനറേഷൻ സ്റ്റെപ്പ്. അത് അവളെ പറയാം. റീലൊക്കെ ചെയ്യുന്നതല്ലാതെ വേറെ ഡാൻസ് കളിക്കുമെന്ന് പറഞ്ഞല്ലേ? പാട്ട് പാടുവോ? അതൊരു പാട്ട് കളിക്കാം. പറഞ്ഞേ അമ്മ വനക്കോണിൽ പഠിക്കോ? വേറെ പാട്ട് പാടാൻ പോലെ. ഒരുത്തി കള്ളിക്കാട്ടില് മുള്ളിച്ചെടി പോലെ ഒരുത്തി കണ്ണാടി നെഞ്ചിൽ കല്ലി വീണ പോലെ ഒരുത്തി മുന്തിരിക്കല്ല് കണ്ണ് കൊണ്ടനെ മയക്കി എണ്ണക്കറമ്പിയേ നിന്നെ കണ്ണി കുരുങ്ങി ഞാൻ മരിച്ചു 2 പിറവിയേ ഇത് 2 പിറവിയേ എണ്ണക്കറമ്പിയേ നിന്നെ കണ്ണി കുരുങ്ങി ഞാൻ മരിച്ചു 2 പിറവിയേ ഇത് 2 പിറവിയേ. ആ കുപ്പത്തൊട്ടി മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ, അതിനെ മിന്നൽ കൊണ്ട് നൂല് കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ, കത്തേരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ടു നിന്റെ പട്ടുവരിൽ കൊണ്ട് പാറക്കല്ലും പൊട്ടു നിന്നെ വാങ്കോക്ക് വരച്ചതോ, മെർലിൻ മാംഗോ വീണ്ടും മണ്ണിൽ ജനിച്ചതോ, സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ, സോവിയറ്റ് യൂണിയനിൽ വിപ്ലവം പിറന്നതോ. അടിപൊളി, സൂപ്പർ. ഈ ചേച്ചിയിലേക്ക് വരികയാണെങ്കിൽ പിന്നെ യൂട്യൂബ് ഒക്കെ ചെയ്യുമ്പോൾ അപ്പൊ പണ്ടിങ്ങനെ അയ്യോ ചേട്ടൻ ഇങ്ങനെ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞപ്പോ വേണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നോ? എനിക്കൊക്കെ മടിയാണ് അല്ലെങ്കിൽ ചേച്ചിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്? ഇല്ല, യൂട്യൂബ് തുടങ്ങുമ്പോ അച്ഛനും മോളാണ്. പിന്നെ ഞാൻ ക്യാമറയുടെ മുന്നേ വരെ എനിക്ക് സ്റ്റാർട്ടിങ്ങിന് ഭയങ്കര നാണായിരുന്നു. പിന്നെ ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, 1-2 വീഡിയോയിൽ ഞാൻ തല കാണിച്ചു. പിന്നെ ആ ഒരു മടി പോയി. പിന്നെ ഇത് ഇൻട്രസ്റ്റ് ആയി. കുഴപ്പമില്ല, കാരണം നമ്മുടെ സന്തോഷം, നമ്മുടെ മനസ്സിനുള്ള സന്തോഷം. പിന്നെ വരുന്ന കമന്റിന്റെ അവരുടെ റിപ്ലൈ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നാവുന്നുണ്ട്. അവർക്ക് നമ്മൾ കാരണം സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പൊ മനസ്സിലായി നമ്മൾ അഭിനയിക്കുന്നത് അവർക്ക് ഹാപ്പിയാണ്, സന്തോഷമാണ്. അപ്പൊ പിന്നെ നമ്മളത് വീണ്ടും ചെയ്തു. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു മടിയൊന്നുമില്ല. ആദ്യത്തിന് ഇത്തിരി ക്യാമറ ഷൈ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല. ഇപ്പൊ ഡാൻസ് കളിക്കാനാണെങ്കിലും അഭിനയിക്കാനാണെങ്കിലും ഒന്നിനും ഇപ്പൊ ഒരു മടിയില്ല. കാരണം നമ്മളെ കൊണ്ട് ഒരു മറ്റുള്ളവർ ചിരിക്കുമ്പോ ഇഷ്ടപ്പെടുന്ന അറിയുമ്പോ അതന്നെ ആ ഒരു സന്തോഷം, നമ്മൾ അഭിനയിക്കുന്നത് കണ്ടിട്ടുള്ള അവരുടെ സന്തോഷം, അത് നമുക്ക് വലിയൊരു കാര്യമെന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ അഭിനയിച്ചു തുടങ്ങി. ചേട്ടാ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ പുറത്തുനിന്നൊക്കെ ആൾക്കാരെ കാണുമ്പോ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ലൈഫിൽ എന്തായാലും കുറെ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഇന്നിപ്പോ ഇങ്ങനെയെങ്കിലും ഇവിടെ ഇരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആളുകൾ ഇത്ര ഇഷ്ടപ്പെടുന്നു, ഒരുപാട് പേര് നമ്മളെ ഫോളോ ചെയ്യുന്നു. എങ്ങനെയായിരുന്നു ഒരു സ്ട്രഗിളിങ് ലൈഫ് എന്ന് പറയുന്നത്? ലൈഫ് എന്താ പറയാ, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാല്ലേ. നമ്മൾക്കിപ്പ ഈ ഇതിലിങ്ങനെ ഫോളോവേഴ്സ് കൂടിയോണ്ടൊന്നും നമുക്കിപ്പോ ഒന്നും ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ നമ്മളിപ്പോ നമ്മുടെ വീടിന്റെ അവിടെയല്ല, ഇപ്പൊ നമ്മള് തൃശ്ശൂരിലോട്ടോ ഇപ്പൊ ഇവിടെ വന്നപ്പോ കുറെ പേര് ഈ വലിയ സിനിമ നടന്മാരൊക്കെ കാണുന്ന പോലത്തെ ഒരു ഇത്, അങ്ങനെ ഒരു സന്തോഷം ഉണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു ജീവിതം തന്നെ ഇപ്പോഴും നമ്മളെന്താ അഹങ്കരിക്കാനൊന്നിനും ഇല്ല.
നമ്മളിതിങ്ങനെ കൊണ്ട് നടക്കുന്നു, നമുക്ക് ഇതിന് ചെറിയൊരു വരുമാനം കിട്ടണോണ്ട് നമ്മൾ അങ്ങോട്ട് പോകണം. കുറെ പേര് ഇഷ്ടപ്പെടണം, കുറെ പേര് ചീത്തയും തെറിയൊക്കെ പറയുന്നുണ്ട്. എല്ലാരും ഇഷ്ടപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും നമുക്ക് പറ്റില്ലല്ലോ. അങ്ങനെ പോണ അത്രയല്ല. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളൊന്നും ചെയ്യണില്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട് ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അതിനുള്ളൊന്നും കാര്യങ്ങൾ ഞങ്ങൾ ഇതിൽ ചെയ്യില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് വെക്കണം. അത്രേ ഉള്ളു, അത് മാത്രമേ ഉള്ളു. അതിന് വേണ്ടിട്ടാണ് ഇപ്പൊ നമ്മള്. പക്ഷെ കുറെ പേർക്ക് ഭയങ്കര തെറ്റിദ്ധാരണയുണ്ട്. അതായത് ഈ 5 ലക്ഷം ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയൊക്കെ നമുക്ക് 2 ലക്ഷം 3 ലക്ഷം. ഇപ്പൊ നമ്മള് സത്യം പറയാം, നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ചേച്ചി 1000 തരും, ചേട്ടാ 500 തരും, വാടക കാശ് കൊടുത്തിട്ടില്ല, ഉണ്ണിക്ക് സ്കൂൾ ഫീസ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പേര് അങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. ഞാൻ ചേച്ചിയുടെ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഇത് നിർത്തി നല്ലൊരു കണ്ടന്റ് കൊണ്ടുനടക്കാൻ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 2-3 ലക്ഷം കിട്ടാനുള്ള ഒരു ഇതായിണ്ട് ഞങ്ങളുടെ ചാനലിൽ നിന്ന്. പക്ഷെ നമുക്ക് അതിനോട് വലിയൊരു ഇതില്ല. നമ്മുടെ അവസ്ഥ അങ്ങനെയല്ല. ഇപ്പൊ നിർത്തിയിട്ട് ഇപ്പൊ നമ്മളെ വണ്ടിയുടെ ബ്ലോഗ് ചെയ്യുക, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ബ്ലോഗ് ചെയ്യുക, അല്ലെങ്കിൽ യാത്രയുടെ ബ്ലോഗ് ചെയ്യുക, അതിനുള്ള ഒരു സെറ്റപ്പ് അല്ല. നമുക്ക് ഇപ്പോഴും കുറെ സാമ്പത്തികമായിട്ട് കുറെ പ്രശ്നങ്ങളുണ്ട്. നമുക്കൊരു 5-6 മാസം കൂടി ഇങ്ങനെ പോയാലേ നമുക്ക് അതിൽ നിന്ന് ഊരി പോരാൻ പറ്റുള്ളൂ. അപ്പൊ കുറെ പേർക്ക് ഭയങ്കര തെറ്റിദ്ധാരണയുണ്ട്, നമുക്ക് ലക്ഷങ്ങൾ കിട്ടണമെന്നുള്ള തെറ്റിദ്ധാരണ. അങ്ങനെയൊക്കെ പോകണു. പ്രത്യേകിച്ച് ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല. അതായത് ഒന്നുമില്ല, നമ്മള് പിന്നെ ആ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇടുന്നു. വീടും അല്ലെങ്കിൽ ഇതൊന്നും അല്ലാതെ ഇപ്പം അഭിനയിക്കാനോ അല്ലെങ്കിൽ ആരുടെങ്കിലും കൂടെ അഭിനയിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. എനിക്ക് അഭിനയല്ല, എനിക്ക് ഏറ്റവും വലിയൊരു ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം വിമാനത്തിൽ കയറി പിടിക്ക് ദുബായ് വരെ ഒന്ന് പോകണമെന്നുണ്ട്. അല്ലാണ്ട് മമ്മൂട്ടിയുടെ കൂടെ മോഹൻലാലിന്റെ കൂടെ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ല. സംബന്ധിച്ച് എന്തെങ്കിലും ഡ്രീം ഉണ്ടോ? ഇങ്ങനെ വലുതാകുമ്പം പഠിച്ചൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ സിനിമയിൽ അഭിനയിക്കണം, ആരുടെയും കൂടെ അഭിനയിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഒരു വീട് വെക്കണം, പിന്നെ സൈക്കിൾ അച്ഛൻ വെച്ചോളൂ. സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട്. പക്ഷെ ചെറുതായി അഭിനയിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉള്ളു. അന്ന് വലുതായിട്ട് അഭിനയിക്കണം, ചെറുതായിട്ട് അഭിനയിച്ചാ വലുതായിട്ട് അഭിനയിക്കണം. അങ്ങനെ ആരുടെയെങ്കിലും കൂടെ അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ? ആരെങ്കിലും കൂടെ എന്ന് പറയുമ്പോ അങ്ങനെ ഒന്നുമില്ല, കൊറേ പേരൊക്കെ ഉണ്ട്. ആരെങ്കിലും വിളിച്ചാലോ? സേതുപതി. ആൾക്ക് ഞങ്ങളുടെ ഫാമിലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് വിജയ് സേതുപതി. അതാണ് ആൾക്ക് ആദ്യത്തെ സിനിമയില് സേതുപതിയുടെ മോളായിട്ടെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ആള് ഈ പറഞ്ഞില്ലേ. പിന്നെ പോരാതെ നമുക്ക് ഭയങ്കര ഇഷ്ടം. സാധാരണ ഇതിൽ നിന്നുള്ള എല്ലാ ആൾക്കാരും നമുക്ക് ഇഷ്ടം. കൂടുതൽ ഇഷ്ടം വിജയ് സേതുപതിനെയാണ്. സാധാരണ ആൾക്കാരിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരെ നമുക്ക് എല്ലാ മേഖലയിലും സിനിമ, ഫുട്ബോൾ, ക്രിക്കറ്റ്, കാശിൽ പിന്നെ വേറൊരുള്ളത് ഇവൾക്ക് 1 മാസമുള്ളപ്പോ വളരെ ചെറുപ്പായിരിക്കുമ്പോ ആദ്യമായിട്ടൊരു സിനിമ നടി വെച്ചാ മഞ്ജു വാര്യരെ കാണാൻ പോയത്. പെട്ടെന്നൊരു ദിവസം മഞ്ജു ചേച്ചി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ തന്നെ ആകെ 1 മാസമായിട്ടുള്ള. അപ്പൊ എല്ലാരും പറഞ്ഞു ഉണ്ണീനെ കൊണ്ട് അങ്ങനെ പുറത്തേക്കൊന്നും പോവാൻ പാടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഭ്രാന്ത മഞ്ജു ചേച്ചീനെ. അപ്പൊ എനിക്ക് പറ്റാത്തത് തന്നെ മോൾക്കിനും പറ്റട്ടെ വെച്ചിട്ട് ആ 1 മാസമായിട്ടുള്ള അവിടുന്ന് ഞാൻ കെട്ടി പൊതിഞ്ഞുകളെ കൊണ്ടുപോയി. ചെന്നപ്പോ മഞ്ജു ചേച്ചി ഒക്കെ പറഞ്ഞു ഒരു ഫോട്ടോ ഉണ്ട്. ഇവള് ചെറുപ്പത്തിലുള്ള ഇവളിങ്ങനെ പിടിച്ചിട്ട് ഞാനും ഇവള് നിക്കണ ഒരു ഫോട്ടോ ചെറുപ്പത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങള് നേരിട്ട് കാണാം. പലവട്ടം ഞങ്ങള് പോയിട്ടാ. അവിടെ അമ്പലത്തിലെ വിളക്കിന്റെ നാള് വരും. ഒരു 3-4 കിലോമീറ്റർ ഉള്ളോ ഉള്ളു. ആളുടെ വീട് പുള്ളിലാ. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ. അപ്പൊ മഞ്ജു ചേച്ചിനോട് അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്. ഇനി അഭിനയമല്ല, വീട് വെക്കുന്നതല്ലാത്ത ഇപ്പൊ പഠിച്ചിട്ടൊക്കെ എന്തെങ്കിലും ജോലി മേടിക്കണമെന്നോ അങ്ങനെ വല്ല ആഗ്രഹമുണ്ടോ? ഒരു ടീച്ചറാവണമെന്നുണ്ട്. അമ്മേനെ ഡാൻസ് പഠിപ്പിക്കുന്ന കാര്യം. ഓക്കെ, ചേച്ചിക്ക് എന്തെങ്കിലും ഡ്രീം എന്തെങ്കിലും ഉണ്ടോ? ചെറുപ്പം തൊട്ട് എന്തെങ്കിലും ഡ്രീം ഉണ്ടായിരുന്നോ? ചെറുപ്പം തൊട്ട് എനിക്ക് ഡാൻസ് ടീച്ചറാവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്താന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കേൾക്കുമ്പോൾ അതൊരു തമാശ അല്ലെങ്കിൽ കളിയാക്കാം. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്റെ ചേട്ടായിലൊരു ദുബായ് ഒന്ന് കാണും. സത്യം ഇപ്പോഴും ഞാൻ ഏത് ലൈവിലാണെങ്കിലും എവിടെ ആര് ചോദിച്ചാലും അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്റെ ചേട്ടനെ ഒന്ന് ദുബായ് ഒന്ന് കാണിക്കണം. അതാണ് എന്റെ ഏറ്റവും വലിയ എന്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് അതാണ്. എല്ലാവരും ചോദിക്കും അത് നിന്റെ ചേട്ടൻ, പക്ഷെ എന്റെ ഡ്രീം അതാണ്.
ചേട്ടന് ഒരു വട്ടെങ്കിലും എപ്പോഴും പറയാറുണ്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന്. അതൊരു നടക്കാതെ പോയൊരു അതൊരു കഥയാ. ഒരു കഥയാ. അതന്നെ ഒരു കഥ. അതിനെന്റെ ചേട്ടന് ഭയങ്കര സങ്കടായി. അത് അധികം നേരം ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇറങ്ങി അവിടെ ഇറങ്ങി ഒരു ഫോട്ടോ എടുത്തിട്ട് ചേട്ടൻ തിരിച്ചപ്പോ തന്നെ കയറിക്കോട്ടെ. അല്ലാണ്ട് മണിക്കൂറുകൾ അവിടെ നടക്കേ പിടിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒരു ഫോട്ടോ എടുത്തിട്ട് ആള് ദുബായിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരു ഫോട്ടോ ഇങ്ങോട്ട് കയറി പോന്നട്ടെ. അത് എനിക്ക് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നടത്തുന്ന ആഗ്രഹം. എല്ലാവർക്കും ഉള്ളിൽ എന്തോ സാധനം ഓടിയിട്ടുണ്ട്. ആ ഒരു ആഗ്രഹമാണ് എനിക്ക് ഏറ്റവും എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അതാണ്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അത് ഞാൻ ആര് ചോദിച്ചാലും അവരൊക്കെ കേൾക്കണോ ചിരിക്കും, അതെന്തായാലും അങ്ങനെ. അതൊരു എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. എന്തായാലും നിങ്ങളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ആളുകൾ തയ്യാറായിട്ടുണ്ടാവും. കാരണം നിങ്ങളുടെ വീഡിയോ എന്തായാലും വലിയ കൊറേ ആളുകൾ കാണുന്നുണ്ടല്ലോ. ആരെങ്കിലും നമ്മളെ സഹായിക്കാം, വീട് വെച്ച് തരാം, പിന്നെ സ്ഥലം തരാന്നൊക്കെ പറയും. പക്ഷെ നമുക്കത് സ്വന്തമായി ചെയ്യണം. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കൊണ്ടുപോകാന്ന് പറഞ്ഞു, വീട് വെച്ച് തരാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വേറെ കമന്റുകൾ കുറെ വേറെ വരുന്നുണ്ട്. പഞ്ഞം പരാതി പറഞ്ഞ് റീച്ച് കൂട്ടാം. ഇത് ഭയങ്കര ഒരു പ്രത്യേക ഒരു മേഖലയാണ്. നമ്മളായിട്ട് നിന്നാലും പ്രശ്നമാണ്. എവിടെയെങ്കിലും നമ്മള് ചെറിയ വീട് ആയിട്ട് വലിയ ഏതെങ്കിലും വീടിന്റെ ഫ്രണ്ടിൽ പോയി നിന്നൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ പറയും ഇവരുടെ ശരിക്കും ഇതല്ല. അങ്ങനെ അതന്നെ. പിന്നെ നമ്മള് വീടിനകത്ത് വീടിന് വൃത്തിയില്ല. ഞങ്ങളെക്കാളും കഷ്ടതയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മളെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നമുക്കിത് ഇഷ്ടമായതുകൊണ്ട് നമ്മളെ പലരും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി വേറെ വീട് വാടകയ്ക്ക് എടുത്ത് കൊറേ കാശ് ചെലവാക്കി ഡ്രസ് ഇട്ട് നമുക്ക് അങ്ങനെയുള്ള സാമ്പത്തികമായിട്ട് ചെയ്യാനുള്ള ഒരു ഇതുമില്ല. പിന്നെ നമുക്ക് അങ്ങനെ വേണ്ട, നമ്മൾ എന്താണോ അതാണ്. ഇപ്പൊ ആദ്യം പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നോണ്ട് നമ്മൾ കുറെ നാൾ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നു. ഇത് ഇങ്ങനെ ഇരുന്ന് അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല എന്നുള്ള ഒരു സാധനം വന്നത് എപ്പോഴാ? അല്ലല്ല, അത് ഇവള് പറഞ്ഞോ ചെയ്യാന്ന് പറഞ്ഞോ, പിന്നെ വെറുതെ നോക്കിയോ നോക്കാം, അത്രേ ഉള്ളൂ. ഇവള് സ്കൂള് വിട്ട് വന്നിട്ട് ദിവസം എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പൊ എന്താ വെച്ചാൽ എന്റെ കൂട്ടുകാരിക്കുണ്ട്, അപ്പൊ എനിക്കും വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടനോട് ദിവസം രാത്രി എടുക്കുമ്പോ പറഞ്ഞു ചേട്ടാ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പൊ ചേട്ടൻ അന്ന് പറഞ്ഞ പോലെ ഡേ നല്ല ഫോണും കാര്യങ്ങളൊക്കെ വേണം, നോക്കാം. അപ്പൊ മോനൊരു ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മോൻ വളരെ വർഷങ്ങൾക്ക് മുന്നേ 13 വയസ്സുള്ള ഉണ്ടാക്കിയ ചാനലാ. അപ്പൊ ഞങ്ങൾക്ക് ഒരു പേടിയില്ലായിരുന്നു. അതായത് പേടിന്ന് വെച്ചാൽ വേറൊന്നല്ല, ഇത് മോണിറ്റേഷനൊക്കെ ആവുമല്ലോ, കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ആ സമയമായപ്പോ നമുക്ക് പേടിയായി, ഇവൻ ചെയ്തു വെച്ചിട്ടുള്ളതൊക്കെ റെഡി ആണോ. അവന്റെ ആ 13 വയസ്സിലുള്ള ഇതില് ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷെ അവൻ ചെയ്തതൊക്കെ റെഡിയായിരുന്നു. ആദ്യമൊക്കെ 100 പേര് കണ്ടു, 1K 1000 പേരൊക്കെ കണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ കിട്ടുന്ന മില്യൺ വ്യൂസിനേക്കാൾ ഇരട്ടി സന്തോഷമായിരുന്നു ആദ്യത്തെ 1000 വ്യൂസ്. സത്യം ഭയങ്കര ഹാപ്പി. ചേട്ടാ നമുക്ക് ഞാനിങ്ങനെ ഫോൺ വിളിച്ച് ചേട്ടൻ ചേട്ടാ 1000 കിട്ടി ചേട്ടാ 1000. അത്രയും ഇപ്പൊ കിട്ടുന്നൊരു 1 മില്യനേക്കാൾ ഇരട്ടി സന്തോഷമായിരുന്നു അന്നത്തെ 1000 കിട്ടുന്നത്. പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യമായിട്ട് ഇരുന്നതല്ല. അപ്പൊ എന്ത് കണ്ടന്റ് ആയിടാ ഫുഡ് അങ്ങനെ. അപ്പൊ ചേട്ടനും ഞങ്ങളും പറഞ്ഞു വേണ്ട, നമ്മളെ കൊണ്ട് മറ്റുള്ളവര് സന്തോഷിക്കണം, ചിരിക്കണം. ആ ഒരു അങ്ങനെയുള്ള കണ്ടന്റ് മാത്രം നമ്മൾ ഇടാൻ പാടില്ല. അങ്ങനെയാണ് ആദ്യത്തെ മോളുടെ ഡാൻസ് കളിക്കണ്. അതിന്റെ ബാക്കില് ചേട്ടൻ ഒരു കള്ളുകുടിയന്റെ പോലെ കിടന്ന് ഡാൻസ് കളിക്കും. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ. ഞാന് ആളും ഇവിടെ നാട്ടിൻ പുറത്തെ ഭക്ഷണങ്ങളൊക്കെ വെക്കും. അപ്പൊ അതുപോലെ ടെസ്റ്റ് അടിച്ച് വെക്കില്ല. അപ്പൊ നമ്മുടെ വീട്ടിലെ പാത്രങ്ങളൊക്കെ കരി ഇതൊക്കെ നോക്കിയപ്പോ വൃത്തിയില്ലാന്ന് പറഞ്ഞോടുകൂടി ആ പരിപാടി നമ്മൾ നിർത്തി. അപ്പൊ നമ്മളിനി ഈ പറഞ്ഞ പോലെ നമ്മളൊരു വീടൊക്കെ വെച്ച് ഇതിന് വേണ്ടിട്ട് കുറച്ച് കാലം മുട്ടയൊക്കെ മേടിച്ചിട്ട് ഒരു റൂം സെറ്റ് ചെയ്തിട്ടുള്ള അല്ല അത് കുറെ പേര് ആ രീതിയിൽ ശ്രദ്ധിക്കണവരുണ്ട്. അപ്പൊ നമുക്ക് ഉണ്ടാവും. പക്ഷെ അതന്നെ നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടേ. അങ്ങനെയുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ തന്നെ പാത്രം വെച്ച്. അപ്പൊ പിന്നെന്ന് വെച്ചാൽ വീട് ഇപ്പൊ ഈ ചേട്ടൻ ക്യാമറ വെച്ചുള്ള പോലെ തന്നെ അത്ര ദൂരില്ല ഞങ്ങളുടെ നടയിലകം. അപ്പൊ ഇതുപോലെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞമ്മക്ക്. പക്ഷെ ആ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്ര അടുത്ത് അത്രയുള്ള ഞങ്ങളുടെ വീടിന്റെ അകൊക്കെ. അപ്പൊ അത് പിന്നെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ മീശയും താടിയൊക്കെ വെച്ചിട്ട് പുറത്തേക്ക് നടക്കും. വീടിന്റെ ചുറ്റുപാടത്തുള്ള കുറെ ആൾക്കാർ കളിയാക്കും. ഇപ്പോഴും കളിയാക്കണവരൊക്കെ കളിയാക്കാനൊക്കെ ഉണ്ട്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് എല്ലാവരും ചെയ്യണം അതേ മെത്തേഡ് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളത് നേരെ വിപരീതമായി ചെയ്യണം.
അപ്പൊ നമ്മൾ ആൾക്ക് മീശയൊക്കെ വരച്ചു കൊടുക്കും, പൊടിമോൾക്ക് മീശയൊക്കെ വരച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടി. അപ്പൊ ഇത് മരിച്ച് നമ്മൾ പുറത്തേക്ക് ചെല്ലുമ്പോ കൊറേ പേര് നിങ്ങൾ എപ്പോഴും വീടിനുള്ളിലാണ്, പുറത്തേക്ക് ഇറങ്ങി കൂടെ പുറത്തേക്ക് ഇറങ്ങിയതാ മറ്റുള്ളവർ നോക്കി ചിരിക്കുക. റോഡ് സൈഡ് പോലെ സ്ഥലം, അപ്പൊ ആ റോട്ടിൽ കൂടെ പോണവരൊക്കെ ചിരിക്കുക, അവരൊക്കെ അപ്പൊ പരമാവധി പിന്നെ വീട് വെച്ച് ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഈ കാലിന്റെ അത്ര ഉണ്ടാവുള്ളൂ ഞങ്ങളുടെ വീട് മൊത്തം. അത്ര ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ഉള്ളില്ല. അപ്പൊ നമുക്ക് ഇനി ഇത് ഏതെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ യൂട്യൂബിലാണെങ്കിൽ പോലും നമ്മുടെ പ്രശ്നങ്ങൾ വീടുന്നുള്ളൂ. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ വല്ല സിനിമയിലൊക്കെ ആവാണെങ്കിലൊക്കെ ഇനി അങ്ങനെയുള്ള കാര്യമൊക്കെ ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ. അതിനിപ്പോ നമ്മള് ഇപ്പൊ ആൾക്കാര് പറഞ്ഞു എന്റെ മനസ്സിൽ ചെറിയൊരു ആഗ്രഹമാണ് എനിക്ക് ഈ സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴേ ആള് പിള്ളേരൊക്കെ സെലിബ്രിറ്റി ആണല്ലോ, ഐഡന്റിഫൈ ഒക്കെ ചെയ്യോ നിന്റെ വീഡിയോ ഒക്കെ സൂപ്പർ ആയിരുന്നു എന്നൊക്കെ പറയാറുണ്ടോ വന്നിട്ട്? കൊറേ കുട്ടിയെത്തികളൊക്കെ പറയും, ചില കുട്ടിയെത്തികൾ നീ എന്തിനാ കാണിക്കണെന്നൊക്കെ പറയും. എല്ലാരും വിചാരിക്കണ പോലല്ല. നമ്മുടെ നാട്ടില് ഈ മേഖലക്ക് ഇതില്ല. ഏത് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് നമ്മുടെ ചുറ്റുപെട്ടല്ലേ, അവർക്കൊരു വിലയില്ല. പറഞ്ഞത് എന്താ കാണിക്കണേ പിടിക്കണേ അത് എല്ലാവർക്കും. നമ്മളെന്ത് ചെയ്താലും ഈ പുച്ഛെന്ന് പറയുന്ന ഒരു സംഭവമാണ്. എല്ലാരും നമ്മൾ പറയില്ല കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അവൻ അങ്ങനെ പറഞ്ഞു അതല്ല അംഗീകരിക്കില്ല. ഒരു 30% ആൾക്കാർ അംഗീകരിക്കില്ല. അതാ പറഞ്ഞത്. നമ്മുടെ കുന്നത്താങ്കടി ബസ് കയറി പടിഞ്ഞാറ കോട്ട, അതായത് 7 കിലോമീറ്റർ കഴിഞ്ഞ് പിന്നെ അംഗീകാരം കൊണ്ട് അംഗീകാരം. നമ്മളിപ്പോ ലുലുമാളിലേക്ക് അങ്ങനെ പുറത്തേക്കൊന്ന് പോവാറ്. ലുലുമാളി വന്നപ്പോ കുറെ പേര് പൊടിമോളം കുറെ പേര് ഫോട്ടോ എടുക്കും. പിന്നെ ശോഭ സിറ്റിയുടെ അടിക്ക് പോവും, പിന്നെ നെസ്റ്റോയിലേക്ക് പോവും. അതൊക്കെയാണ് ഞങ്ങളുടെ ടൂർ ഇട്ടാ. അവിടെയൊക്കെ വെറുതെ ബസ് പെട്രോൾ അടിക്കുന്ന കാശേ വേണ്ടോ, ഒന്നും മേടിക്കൊന്നുമില്ല. അപ്പൊ അവിടൊക്കെ വരുമ്പോ ഇങ്ങനെ കുറെ പേര് കാണും. അപ്പൊ അവര് വർത്തമാനം പറയാം എങ്ങനെയാണ് ഇതാണ്. നമ്മളിപ്പോ പറഞ്ഞില്ലേ അവിടെ നടന്നു വരുമ്പോ തന്നെ 2-3 ആൾക്കാർ വന്നു. നമ്മൾ വിചാരിക്കണ പോലെയല്ല. നമ്മള് വീടിന്റെ അകത്തിരിക്കും. പക്ഷെ ഞങ്ങള് സത്യം പറഞ്ഞ ഇത്തിരി കൂടി ഞങ്ങൾ സെലിബ്രേറ്റ് നല്ല ആൾക്കാർ തിരിച്ചറിയാറായിരുന്നു. ഞങ്ങൾ തൃശ്ശൂര് പുലിക്കളിക്ക് പോയപ്പോഴാണ് ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് പോയപ്പോഴാണ് ഓരോരുത്തരും ഓടി വന്ന് ഫോട്ടോ എടുക്കലും. അപ്പൊ സത്യം പറയാ ഞങ്ങൾക്ക് ആകെ ഒരു നാണൊക്കെ വന്നു. അപ്പൊ അവര് ചേച്ചിയുടെ ഫോട്ടോ എടുക്കണം, അവര് ഫോട്ടോ എടുക്കാറുന്ന ആൾക്കാർ എല്ലാവരും ഫോട്ടോ എടുത്തപ്പോ ഞങ്ങൾക്ക് തന്നെ അതിശയ എങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾക്ക് സത്യം പറയാണ് ഞങ്ങൾ ആൾക്കാർ ഒഴിഞ്ഞു മാറുന്ന പോലെ അങ്ങനെ ഓരോരുത്തർ അവിടെ ഇവിടെ കണ്ടിട്ട് ഓടി വരലും ചിരിക്കലും പിന്നെ ഹായ് കാണിക്കലും. അപ്പൊ തന്നെ ഞാൻ ചേട്ടാ അത് എന്താ പറയുമോന്ന് അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത്രയും ഇത്ര കൊല്ലങ്ങൾക്ക് ശേഷം അങ്ങനെ അധികം പുറത്തിറങ്ങാനല്ല. പക്ഷെ ആ പുലിക്കളിയിൽ അന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ശരിക്കും ഞങ്ങൾ ചേട്ടാ പറയണ പോലെയല്ല നമ്മൾ ഫേമസ് ആയി, ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്ന് ഞങ്ങൾക്ക് അന്നാണ് മനസ്സിലായത്. കാരണം ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് അതിശയായി. കാരണം ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിന്റെ സമയത്ത് ചേട്ടൻ ഞങ്ങള് സ്റ്റേജിൽ കയറുന്ന ഫോട്ടോ എടുക്കില്ല. എനിക്ക് താല്പര്യമില്ല, വേറെ ഒന്നും കൊണ്ടല്ലാട്ടാ. നമ്മളങ്ങനെ ശീലിച്ചിട്ടില്ല. അവര് ഫോട്ടോ എടുക്കാൻ വിളിച്ചാൽ നമ്മള് അങ്ങനെ സ്റ്റേജിൽ നമ്മളൊക്കെ ഇങ്ങനെ തന്നെയാണ്. നമുക്കിപ്പോ ഇതിൽ നിന്നും ഒരു ജാടയോ കാര്യങ്ങളൊന്നും കാണിച്ചിട്ട് ഒരു കാര്യം. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ മറ്റുള്ളവര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വൃത്തികേടായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യില്ല. പിന്നെ നമ്മൾ ചെയ്യണ കാര്യത്തിൽ വല്ല മണ്ടത്തരങ്ങൾ ഉണ്ടാവുന്നല്ലാണ്ട് വൃത്തികേട്ട കാര്യങ്ങൾ നമ്മൾ ഇതിലായിട്ട് ചെയ്തിട്ടില്ല. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ റീച്ച് കിട്ടും. അങ്ങനത്തെ ഒരു റീച്ച് നമുക്ക് വേണ്ട. ഇത് കണ്ടിട്ടല്ല, അതാണ് പറഞ്ഞത്, ഇത് കണ്ടിട്ടല്ല നമ്മള്. അപ്പൊ കുറെ പേര് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് കൂടുതൽ നന്ദി പറയാം. ഇൻസ്റ്റാഗ്രാമില്, യൂട്യൂബില്, ഫേസ്ബുക്കിലൊക്കെ. പിന്നെ ഫേസ്ബുക്കിലത്തെ മാറ്റം എന്താന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ ഇപ്പോഴും തെറിവിളിയുണ്ട്. എന്താ കാരണം കൂടുതൽ ആൾക്കാർ കാണുന്നത് ഫേസ്ബുക്കാണ്. എല്ലാ രാജ്യത്തും ഉണ്ട്. പക്ഷെ ഫേസ്ബുക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നത് വയസ്സായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. പക്ഷെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബില് നല്ല കമന്റുകൾ വരും. ഫേസ്ബുക്കിൽ ഇപ്പോഴും തെറി പറയും കുറെ ആൾക്കാര്. നമ്മളതിന് നോക്കാം. പിന്നെ ഇതിലുള്ള എന്നിട്ടാന്ന് വെച്ചാൽ തെറി പറഞ്ഞു കഴിഞ്ഞാൽ 50 കമന്റ് ഉണ്ടെങ്കിൽ ഈ 49ാമത്തെ ആളാണ് ഈ കമന്റ് ഇട്ടെങ്കിൽ 50ാമത്തെ ആളെ കമന്റ് ഇട്ടെങ്കിൽ 49 പേര് ഇയാണ് തെറി വിളിക്കും. നമ്മൾ പറയേണ്ട ആവശ്യം നമ്മൾ അവർക്ക് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഏറ്റവും വലിയ, അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. കാരണം ഒരാളെ അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമുക്ക് കൊടുക്കേണ്ട ടൈമില്ല. നമ്മളെ സ്നേഹിക്കുന്ന ഒരു ആ വ്യക്തിക്ക് നല്ല രീതിയിൽ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോ ചേച്ചി പറഞ്ഞ പോലെ നമുക്കൊരു പ്രതീക്ഷ. ഇനിയിപ്പോ എന്താവുന്ന ദൈവത്തിനറിയാം, അത്ര മാത്രമല്ലോ. ഇനി എന്തായാലും
നിങ്ങളൊരു സക്സസ് സ്റ്റേജിലാണ് ഇപ്പൊ ഉള്ളത്. ഇനി കുറച്ച് ഇപ്പൊ പറഞ്ഞ പോലെ വീട്, ദുബായിൽ പോണം, നമുക്ക് വിജയ് സേതുപതിയിലൂടെ അഭിനയിക്കണം, ചേച്ചിയിലൂടെ അഭിനയിക്കണം. അതെന്തായാലും നടക്കില്ല. ദുബായും വീടും വെക്കാം. വിജയ് സേതുപതി വിജയ് സേതുപതിന്റെ കൂടെ ഒക്കെ അല്ല, ആളൊക്കെ നല്ല മനുഷ്യനാ. അല്ല അങ്ങനെയല്ല, ഈ അവസരങ്ങൾ എന്തായാലും തേടി വരും. അപ്പം അവളുടെ ആഗ്രഹം മോളായിട്ട് അഭിനയിക്കണമെങ്കിൽ അത് അടുത്ത് തന്നെ സംഭവിക്കട്ടെ, അല്ലെങ്കിൽ നായികയായിട്ട് അഭിനയിക്കണമെങ്കിൽ വലുതാവട്ടെ. അപ്പൊ എന്തായാലും ഈ വക ആഗ്രഹങ്ങളൊക്കെ ഏറ്റവും അടുത്ത് തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 3 പേർക്കും ഇനിയും നല്ല നല്ല വീഡിയോകള്, നല്ല നല്ല കണ്ടന്റുകള് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഈ ചാനലിനും ഞങ്ങളുടെ വക ഒരുപാട് നന്ദിയുണ്ട്. നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.